ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. യൂറിക് ആസിഡിന്റെ ആ ഒരു ലെവൽ ഹൈ ആയിട്ട് കാണപ്പെടും. നോർമൽ വാല്യൂവിൽ നിന്നിട്ട് ഹൈ ആയിട്ട് കാണുന്നത്. സോ എന്താണ് ഇതിന്റെ ഒരു കാരണം? എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഉണ്ടാകുന്നത്? പുരുഷന്മാർക്ക് മാത്രമല്ല, കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാർ കാണുന്നേ ഉള്ളൂ, സ്ത്രീകൾക്കും ഇത് കണ്ടുവരുന്നുണ്ട്. സോ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂറിക് ആസിഡിന്റെ ലെവൽ റൈസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും കണ്ടുവരുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. സോ ഗൗട്ട് എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡിന്റെ ലെവൽ ശരീരത്തിൽ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരീരത്തിൽ പ്രോട്ടീൻ കോമ്പൗണ്ട് ആണ് പ്യൂറിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്യൂറിൻ കൺവേർട്ട് ചെയ്തിട്ട് രാസപ്രവർത്തനങ്ങളൊക്കെ ശരീരത്തിൽ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു യൂറിക് ആസിഡ് യൂറിനിലൂടെയാണ് പുറത്തേക്ക്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ? അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ജോയിന്റ്സിലെ, സന്ധികളിൽ. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്, ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. യൂറിക് ആസിഡ് കാരണം ഗൗട്ട് മാത്രമല്ല, കിഡ്നി സ്റ്റോണും കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നോർമൽ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. പുരുഷനും സ്ത്രീക്കും ഡിഫറെന്റ് ആയിട്ടാണ് അതിന്റെ ഒരു വാല്യൂ. നമ്മൾ കോമൺ ആയിട്ടല്ല, രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന് 4 to 8 mg/dL അതുപോലെ സ്ത്രീക്ക് 6 mg/dL ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോർമൽ വാല്യൂ പറഞ്ഞാലും നമ്മൾ ഇനി അറിയേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാകുന്നതെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. ആഹാരത്തിൽ പ്രോട്ടീൻ്റെ ലെവൽ കൂടുതൽ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ പ്യൂരിൻ എന്ത് ചെയ്യും, യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് ശരീരത്തിലാകുമ്പോഴത്തേക്കും അത് കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രധാന കാര്യം. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തൈറോയിഡ്, കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ടുവരാറുണ്ട്. പ്രധാന കാര്യം നമ്മുടെ ആഹാര രീതി തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യൂറിക് ആസിഡിന്റെ ആ ഒരു മരുന്നിനോടൊപ്പം നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളെക്കാട്ടും കൂടുതൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കത് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ്റെ ലെവൽ കൂടി നിൽക്കുന്നത് മറ്റെന്തെങ്കിലും മെഡിക്കേഷനൊക്കെ എടുക്കുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി നിൽക്കുമ്പോഴത്തേക്കും ആദ്യം നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോയിൻറ്റ് പെയിൻസ്, ജോയിൻസിലെ പെയിനും അതുപോലെ സ്വെല്ലിങ്ങും അവിടെ കണ്ടുവരും. മുട്ടുവേദന കണ്ടുവരും, മൂത്രത്തിൽ കല്ല്, അതുപോലെ കാലില് നീറ്റില്, പൊഴിച്ചില്, മരവിപ്പം, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. എങ്കിലും ആ ഒരു കാലിന്റെ ഭാഗത്തായിരിക്കും ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അധികമായിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കാലിന്റെ പെരുവിരലിൽ സന്ധികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. വേദന, നീർക്കെട്ട്, ആ ഭാഗത്തൊരു നീർക്കെട്ട്, ഉപ്പൂറ്റി വേദന, അതുപോലെ തന്നെ തരിപ്പ്, പുകച്ചില്, ഇതൊക്കെ തന്നെയാണ് സമാനമായിട്ട് കണ്ടുവരുന്നതെന്ന് പറയുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരം തന്നെയാണ്. ആഹാരം കഴിക്കേണ്ടതല്ല, ഇവിടെ നിയന്ത്രിക്കേണ്ടതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഈ ഒരു യൂറിക് ആസിഡ് ഉള്ളവർ, യൂറിക് ആസിഡിന്റെ ലെവൽ ഹൈ ആയിട്ടുള്ളവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെങ്കിൽ വിത്തിൻ 1 month നിങ്ങൾക്ക് ആ ഒരു യൂറിക് ആസിഡിന്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാം. എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് എലിമിനേഷൻ നടക്കും. ആ എക്സസൈസ് നമുക്ക് വേണ്ടാത്ത ആ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് പോകും. പക്ഷെ എക്സസൈസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ട്, പ്രോട്ടീൻ മാത്രമല്ല ഫാറ്റും ഇതിനൊരു കാരണമാണ്. പ്രോട്ടീനും ഫാറ്റും റിച്ച് ആയിട്ടുള്ള ആഹാരം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഇത് ശരീരത്തിൽ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ആഹാരം ശ്രദ്ധിച്ച് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വേഗം തന്നെ ഭേദമാക്കി എടുക്കാനായിട്ട് പറ്റും. 1 മാസം കൊണ്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ശ്രദ്ധിക്കുക, കൊഴുപ്പും മാംസാഹാരങ്ങളും നിങ്ങൾ പാടെ ഒഴിവാക്കുക. റെഡ് മീറ്റ്, തീർച്ചയായിട്ടും റെഡ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതൊരു മെയിൻ ഘടകം ആണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. മറ്റ് നെയ്യുള്ള മത്സ്യം, നിങ്ങൾക്ക് ചെറിയ ചെറിയ മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നെയ്യുള്ള ആ ഒരു മത്സ്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അയല, അതുപോലെ തന്നെ നെയ്മീൻ, കൊഞ്ച്, കണവ, കക്ക, ചിപ്പി, ഇവയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ബിയറും മറ്റ് ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ബേക്കറി ഐറ്റംസ് പോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും നിങ്ങൾ കുറയ്ക്കുക. ചെറുപയർ, കടല, ഇതിൻ്റെ ഉപയോഗവും നിങ്ങൾ കുറയ്ക്കുക.
കോളിഫ്ലവർ, മഷ്റൂം. അപ്പോൾ ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ കോളിഫ്ലവറും മഷ്റൂം ഒക്കെ കഴിക്കുന്നവരായിരിക്കില്ല, എങ്കിലും റെഡ് മീറ്റ് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും ഇത്രയും ആഹാരങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതി അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ. അപ്പോൾ റെഡ് മീറ്റ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ കടല, ചെറുപയറിലൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് കഴിക്കുന്നവരാണ് ഇതിൻ്റെ ആ ഒരു വാല്യൂ കുറയ്ക്കാനായിട്ട് ഇതൊന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. നാരങ്ങ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു 5 to 7 ഡ്രോപ്സ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുളിയുടെ അളവ്, ആ ഒരു എരിവും പുളിയും നിങ്ങളുടെ ആ ഒരു ഡയറ്റിൽ കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ മധുരം കുറയ്ക്കുക. തീർച്ചയായിട്ടും ഈ മധുരം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ, ഡയബറ്റിക്സ് ഒക്കെ ആയിട്ടുള്ളവർ മാത്രമല്ല വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു മധുരത്തിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കാരണം യൂറിനിലൂടെയാണ് ഇത് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാതെ വരുമ്പോഴത്തേക്കും ആ ഒരു എലിമിനേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് കഴിക്കാം. വെജിറ്റബിൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ മഷ്റൂം, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ് ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിക്കാതെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. കാൽസ്യം റിച്ച് ആയിട്ടുള്ള ബനാന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതിൽ സോഡിയം കുറവാണ്, പൊട്ടാസ്യം ആണ് അതിൽ റിച്ച് ആയിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിപ്പഴം, അത് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ശരീരത്തിൻ്റെ ആ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് സോഡിയം ഫ്രീ ആണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷനും പെയിനും റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ചെറിപ്പഴം. അത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിനി ലഞ്ചിന് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് എന്ത് കഴിക്കാൻ പറ്റും എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് സാലഡ് ഫോം ആയിട്ട് കഴിക്കാം. ഒരു നേരം കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സാലഡായിട്ട് എല്ലാ ദിവസവും ഒരു നേരം കഴിക്കുന്നത്. നെല്ലിക്ക കഴിക്കാം, മോരായിട്ട് കുടിക്കാം, തൈരായിട്ടല്ല മോരായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ആഹാര രീതി കുറച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയൊക്കെ കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ ആണ് ഇതിൻ്റെ മെയിൻ ഒരു വില്ലൻ എന്ന് പറയുന്നത്, ഈ ഒരു യൂറിക് ആസിഡിൻ്റെ. അപ്പോൾ ഗൗട്ടും അതുപോലെ കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേക്കും ഇത്തരം വേദനകളൊക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ആ ഒരു മൂവ്മെന്റ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എക്സസൈസ്, ഈ ഒരു എക്സസൈസ് എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും വ്യായാമം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ആ വേദന ഈ വേദന എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസ് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു മൂവ്മെന്റ്സ് കിട്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. യൂറിക് ആസിഡിന്റെ ലെവൽ നോർമലിൽ നിന്ന് നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. ഈ ഒരു ഡയറ്റ് മാത്രം നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് വേഗം കുറയ്ക്കണം അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. സോ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുക. ആയുർവേദത്തിലും നമുക്ക് ഇതുപോലെ പേറ്റന്റ് മെഡിസിൻസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. നമ്മൾ പേഷ്യൻസിനൊക്കെ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു മരുന്ന് കഴിച്ചത് കൊണ്ടാവില്ല, നിങ്ങൾ ഡയറ്റും കൂടി കൺട്രോൾ ചെയ്താലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്